നമ്മളിപ്പം കോട്ടയം ജില്ലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള CMS കോളേജിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഒരുപാട് വർഷത്തോളം പഴക്കമുള്ള ഒരു കോളേജാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ കോളേജാണ്. ഇപ്പം നമ്പർ 1 കോളേജ് എന്നറിയപ്പെടുന്ന CMS കോളേജ്. അപ്പം കോളേജിന്റെ തൊട്ട് മുന്നിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. കോളേജിലേക്കുള്ള ഈ വഴി തന്നെ ഒരു രസമാണ്. കുറേ ആർട്ട് വർക്കുകൾ ഇങ്ങനെ 2 ചുമരിലായിട്ടും ചെയ്തിട്ടുണ്ട്. അത് ചുവന്ന പെയിന്റ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇങ്ങോട്ടേക്ക് വരുന്ന വഴി നിറയെ വലിയ മരങ്ങളാണ്. നല്ല തണലും നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് കുമരകത്തേക്കാണ്. കുമരകം കോട്ടയം ജില്ലയുടെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ്. വേമ്പനാട് കായലിന്റെ ഒക്കെ ഭാഗത്ത് വരുന്ന ഒരു സ്ഥലമാണ്. നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. അങ്ങോട്ടേക്കുള്ള യാത്ര തന്നെ ഒരു മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഒന്ന് ട്രാവൽ ചെയ്യാൻ പറ്റിയ റോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കുമരകത്തിന്റെ കാഴ്ചകളാണ്. വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ആ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് കുമരകത്തിന്റെ കാഴ്ചകളിലേക്ക് പോവാം. കേരളത്തിന്റെ അക്ഷര നഗരിയായ കോട്ടയം ടൗണിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. യാത്ര നല്ല ഭക്തിയോടെ തുടങ്ങാമെന്ന് വിചാരിച്ച് പ്രധാനപ്പെട്ട 3 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കയറിയിട്ടാണ് കുമരകത്തേക്കുള്ള യാത്ര. ഒന്നാമത് കോട്ടയത്തെ ചെറിയ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് മേരീസ് ചർച്ച്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്ത്യൻ ചർച്ചുകളിലൊന്ന്. മനോഹരമായ വാസ്തുശൈലിയിലാണ് പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. രണ്ടാമത് തളിയിൽ മഹാദേവ ക്ഷേത്രമാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ശിവക്ഷേത്രങ്ങളിലൊന്ന്. പേരുകൊണ്ടും പെരുമ കൊണ്ടും പേരുകേട്ട ക്ഷേത്രമാണ്. ഇന്നൊരു ശിവരാത്രി ദിവസമാണ് ഞാനിവിടെ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത ഈ അന്തരീക്ഷത്തിനുണ്ട്. മൂന്നാമത് താഴത്തങ്ങാടി ജുമാ മസ്ജിദാണ്. മറ്റു പള്ളികളിൽ നിന്നും വ്യത്യസ്തമായി കേരളീയ വാസ്തുശൈലിയിൽ ഒരു മാളിക പോലെയാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. പണ്ടുകാലത്ത് കോട്ടയം നഗരത്തിന്റെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു താഴത്തങ്ങാടി. താഴത്തങ്ങാടിയുടെ ഭാഗത്താണ് മസ്ജിദ് ഉള്ളത്. മുന്നോട്ടുള്ള യാത്ര തുടരാം. മീനച്ചിലാറിന്റെ തീരത്തൂടെയാണ് റോഡ് പോയിരിക്കുന്നത്. ആറിന്റെ കാഴ്ചകൾ ആസ്വദിച്ച് ഈ ഭാഗം പിന്നിട്ടാൽ പിന്നീട് റോഡിന് ഇരുവശവും കണ്ണെത്താത്ത ദൂരത്തോളം നെൽവയലുകൾ നിറഞ്ഞ പ്രദേശമാണ്. കുമരകത്തിന്റെ കാഴ്ചകൾ ഇവിടെ തുടങ്ങുകയായി. ഗ്രാമീണ ജീവിതത്തിന്റെ മനോഹരമായ കാഴ്ചകളാണ്. കൃഷിയിടങ്ങളും നെൽവയലുകളും കാഴ്ചകൾക്ക് മാറ്റുകൂട്ടുന്നു. റോഡിനോട് ചേർന്ന് പലതരത്തിലുള്ള ചെറുകടകൾ കാണാം. ഗ്രാമീണ ജീവിതത്തിന്റെ നിത്യവരുമാനത്തിനുള്ള മാർഗം കൂടിയാണ് ഇവയൊക്കെ. ടൂറിസം പ്രധാന വരുമാനമാക്കിയിരിക്കുന്ന കേരളക്കരയാണ് കുമരകം. അതിലേക്കുള്ള ഏറ്റവും വലിയ സംഭാവന ഹൗസ് ബോട്ടുകളാണ്. വിദേശികൾ ഉൾപ്പെടെ ഓരോ ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. വേമ്പനാട് കായലിന്റെ തീരത്തുള്ള ചെറുദ്വീപുകളുടെ ഒരു കൂട്ടം പ്രദേശമാണ് കുമരകം എന്ന ഗ്രാമം. അതുകൊണ്ട് തന്നെ ബോട്ട് സർവീസുകളെ കൂടുതലായി ആശ്രയിക്കുന്ന പ്രദേശം കൂടിയാണ് കുമരകം. സർക്കാരിന് കീഴിൽ ബോട്ട് സർവീസുകൾ തന്നെ പലയിടങ്ങളിലായി പ്രവർത്തിക്കുന്നു. അതുകൂടാതെ സ്വകാര്യ ബോട്ടുകളുമുണ്ട്. സഞ്ചാരികൾക്കായി ശിക്കാര ബോട്ടുകളും ഹൗസ് ബോട്ടുകളുമുണ്ട്. ഈ നാടിൻ്റെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ ബോട്ടുകൾ. റോഡ് മാർഗം എത്താൻ പറ്റാത്ത പ്രദേശങ്ങളാണ് ഇവിടെ കൂടുതലും. ഈ പ്രദേശങ്ങളെ കണക്ട് ചെയ്താണ് ബോട്ട് സർവീസുകൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഫുള്ള് ഹൗസ് ബോട്ടാണ്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കുമരകം ടൗൺ കഴിഞ്ഞിട്ട്, കുമരകത്തിന്റെ ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പം ബോട്ട് ജെട്ടി പാലത്തിന്റെ ഭാഗമാണ്. ആ പാലത്തിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കുറച്ചൊന്ന് നടക്കാമെങ്കിൽ നമുക്ക് ഈ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ 2 സൈഡിലായിട്ട് ഒതുക്കി നിർത്തിയേക്കുന്ന ഒരു ഭാഗത്തേക്ക് എത്താൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് ഹൗസ് ബോട്ട് എടുത്തിട്ട് ഈ കുമരകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നമുക്ക് ഹൗസ് ബോട്ടിൽ സഞ്ചരിക്കാനും ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. മനോഹരമായ ഒരു സ്ഥലം കേട്ടോ. 2 സൈഡിലായിട്ട് ഇങ്ങനെ ഹൗസ് ബോട്ടൊക്കെ നിർത്തിയിട്ടേക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. കുമരകത്തിൻ്റെ ഒരു പ്രത്യേകത അത്. ഏത് സമയത്ത് വന്നാലും കുമരകം ഒരുപോലെ തന്നെ, എത്ര കണ്ടാലും മതി വരത്തില്ല. നല്ല 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 കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കുമരകം. ശരിക്കും നമ്മൾ കേരളത്തിൻ്റെയൊക്കെ ടൂറിസത്തിൻ്റെ പല ആടുകൾ കാണുമ്പോഴും അതിനകത്തൊക്കെ നമ്മൾ കുമരകത്തിൻ്റെയും കുട്ടനാടിൻ്റെയൊക്കെ കാഴ്ചകളല്ലേ കാണുന്നത്. നല്ല ഭംഗിയാണ്. അത്രയ്ക്ക് ഭംഗിയുള്ള
പ്രദേശങ്ങളാണ്. കുമരകം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൗസ് ബോട്ടൊക്കെ ബുക്ക് ചെയ്ത് ഈ ഭാഗത്തൊക്കെ നമുക്ക് ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് കുമരകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഹൗസ് ബോട്ടുകൾ നമുക്ക് റെൻറ്റിനെടുത്ത് ഈ ഭാഗത്തൊക്കെ കറങ്ങി നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തനി നാടൻ ഭക്ഷണം, ഈ ഹൗസ് ബോട്ടിലൊക്കെ തനി നാടൻ ഭക്ഷണം കിട്ടും. ആ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അതിൻ്റെ രുചി ഇറങ്ങി ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് കുമരകം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതൊരു രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഹൗസ് ബോട്ടിന്റെ വിവരങ്ങൾ ഇവിടെ സ്വന്തമായ ഒരു ഹൗസ് ബോട്ടുള്ള ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. അതാകുമ്പോൾ കൃത്യമായിട്ട് വിവരങ്ങൾ അറിയാമല്ലോ. ചേട്ടന്റെ പേര്? എന്റെ പേര് പ്രശാന്ത്. ചേട്ടനാണ് ബോട്ടിൽ? ചേട്ടൻ എത്ര ബോട്ടാ? എനിക്ക് 3 ബോട്ടാ ഉള്ളത്. ഇപ്പൊ ഇത് സിംഗിൾ ബെഡ്റൂം ആണ്. പിന്നെ ഒരു 2 ബെഡ്റൂം ഉണ്ട്. പിന്നെ ഒരു 7 ബെഡ്റൂം വിത്ത് കോൺഫറൻസ് ഹാളാണ്. അപ്പൊ നമുക്ക് അത് 7 റൂമിലും ഗസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഗസ്റ്റുകളെ ഞങ്ങൾ എടുക്കാറുണ്ട്. അതായത് ഇപ്പോ 2 റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ബാക്കി റൂമിൽ വേറെ ഗസ്റ്റുകൾ വരുന്ന ആ രീതിയും അങ്ങനത്തെ പാക്കേജും ഉണ്ട്. എങ്ങനെയാ ഇതിന്റെ ബുക്കിംഗ് ഒക്കെ? അപ്പൊ നമുക്ക് ഒരു ദിവസം വന്ന് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പൊ നമ്മള് ഓവർനൈറ്റ് 2 ടൈപ്പ് ട്രിപ്പാണ് ഉള്ളത്. ഒന്ന് ഓവർനൈറ്റിന് നമ്മൾ ഉച്ചയ്ക്ക് 12-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 12 സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു വെൽക്കം ഡ്രിങ്ക്, പിന്നെ ഉച്ചക്കത്തെ ലഞ്ച്, പിന്നെ വൈകുന്നേരം ടീ സ്നാക്സ്, വൈകിട്ട് ഒരു 5:30 അതായത് ഒരു 5:30 കൂടി നമ്മൾ കരയോട് അടുപ്പിക്കും. കരയോട് അടുപ്പിച്ചാൽ പിന്നെ നമ്മൾ മൂവ് ചെയ്തില്ല, ബോട്ട് അവിടെ കരയോട് അടുത്ത് കിടക്കും. പിന്നെ പിറ്റേ ദിവസം രാവിലെ 7:30 ആകുമ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. വൈകിട്ടത്തെ ഡിന്നർ അതിനകത്തുണ്ട്, AC അതിനകത്ത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ രാവിലെ 7:30 സ്റ്റാർട്ട് ചെയ്തിട്ട് 9 മണിയാകുമ്പോൾ ചെക്കൗട്ട്. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങും. നമുക്ക് ഈ രാത്രി സ്റ്റേ എന്ന് പറയുമ്പോൾ എവിടെ ആയിരിക്കും? രാത്രി സ്റ്റേ എന്ന് പറയുമ്പോൾ നമുക്ക് ആലപ്പുഴ സൈഡിലാണ് ഞങ്ങൾ കൂടുതലും പോകുന്നത്. ഈ പാടശേഖരങ്ങളുടെ സൈഡിൽ നല്ല വ്യൂ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി വൈകുന്നേരം 5:00 കൂടി പോയി കിടക്കും. ഹൗസ് ബോട്ടിൽ തന്നെ ആണോ സ്റ്റേ അതോ സെപ്പറേറ്റ്? ഹൗസ് ബോട്ടിൽ തന്നെ. ഇതിനകത്ത് ഇപ്പൊ ഈ സിംഗിൾ ബെഡ്റൂമിൽ 2 സ്റ്റാഫ് ഉണ്ട്, പിന്നെ വരുന്ന ഗസ്റ്റും. ഇത്ര പേരുള്ള ഈ ബോട്ടില് ഇവർക്കുള്ള ഭക്ഷണം എല്ലാം ഇതിനകത്ത് തന്നെ പാചകം ചെയ്യും. അവരൊരു വീട്ടിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ. തീർത്തും സേഫ് ആയ? തീർച്ചയായിട്ടും. ഞങ്ങൾ അല്ലാതെ കുറെ ഈ ഗസ്റ്റുകൾക്ക് വേറെ കാര്യങ്ങളൊക്കെ, അതായത് നമ്മളിപ്പം നമ്മുടെ നാടൻ രീതികളെ പറ്റി അറിയാൻ വയ്യാത്തവർക്ക് ഞങ്ങൾ വല വീശി മീൻ പിടിക്കും. ആ വല വീശി മീൻ പിടിച്ച് അവരുടെ മുമ്പിൽ തന്നെ ഞങ്ങളത് വെട്ടി അത് ഫ്രൈ ചെയ്ത് അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ കക്ക വാരി കാണിക്കും. നമ്മൾ ഇറച്ചി കക്ക വാരി അത് പുഴുങ്ങി അത് കക്ക എടുത്ത് കറച്ചി എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ അവർക്ക് എന്റർടൈൻ ചെയ്യാവുന്ന രീതിയിലെല്ലാം ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ഈ ഓവർനൈറ്റ് ആണെങ്കിൽ നമ്മൾ ഓവർനൈറ്റ് ആണെങ്കിലും ഡേ ക്രൂസ് ആണെങ്കിലും നമ്മൾ കുമരകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്താല് നേരെ പോകുന്ന പള്ളിക്കായല്, 6 ബ്ലോക്ക്, ചിത്തിര, റാണി, മാർത്താണ്ഡം, വട്ടക്കായല്, കുറ്റിത്തോട്, പുന്നമട, കുപ്പപ്പുറ, ഈ പറഞ്ഞ സ്ഥലങ്ങൾ, അതായത് കുമരകത്തിന്റെ ഭാഗവും ആലപ്പി സൈഡും കാണിക്കും. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ പല സ്ഥലങ്ങൾക്കും പല കാര്യങ്ങളുണ്ട്. ഈ ചിത്തിരക്കായലിനൊക്കെ പറയുന്നത് വേമ്പനാട്ട് കായല് വർഷങ്ങൾക്ക് മുമ്പ് നികത്തി ഉണ്ടാക്കിയ പാടശേഖരങ്ങൾ, 1000-കണക്കിന് ഏക്കർ നികത്തി എടുത്ത ഭാഗങ്ങളാണ്. അവിടെ ഒരു പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ഗസ്റ്റ് ഇന്ന സംഭവങ്ങളാണെന്ന്. അപ്പൊ അങ്ങനെയുള്ള നല്ല വ്യൂ കിട്ടുന്ന സ്ഥലങ്ങളാണ് ഞങ്ങൾ കൂടുതലും കാണിക്കുന്നത്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ തന്നെയാണ്? സ്റ്റാർട്ടിംഗ് ഇവിടെ. പാർക്കിംഗ് സ്പേസ് ഒക്കെ ഇവിടെ പേൻ പാർക്ക് ഉണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് ബോട്ടിലേക്ക് കയറുക. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഗസ്റ്റിനോട്. ഇപ്പൊ എന്തെങ്കിലും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാനൊക്കെ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ഉറപ്പായിട്ടും ഞാൻ നമ്പർ ചേട്ടന്റെ ഇതിൽ കൊടുത്തേക്കാം. ഓക്കെ. ഞാൻ നല്ല ബെസ്റ്റ് സർവീസും നല്ല വ്യൂവും കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും. ഓക്കെ. കുമരകം ബോട്ട് ചെട്ടിയുടെ ഭാഗമായിരുന്നു നമ്മൾ കണ്ടത്. ഇനി നമ്മുടെ യാത്ര തണ്ണീർമുക്കം ബണ്ടിന്റെ ഭാഗത്തേക്കാണ്. കുമരകത്തിനും ചേർത്തലയ്ക്കും ഇടയിലുള്ള മനോഹരമായ സ്ഥലമാണ് തണ്ണീർമുക്കം. വീതി കുറവുള്ള എന്നാൽ തരക്കേടില്ലാത്ത റോഡാണ്. ലോകത്തിന്റെ മുന്നിലേക്ക് ടൂറിസത്തിന്റെ സാധ്യതകൾ ഇനിയും തുറക്കാൻ പറ്റുന്ന മണ്ണാണ് കുമരകം. പക്ഷേ ഒരുപാട് പുരോഗമനങ്ങൾ ഇനിയും ഈ മണ്ണിന് ആവശ്യമുണ്ട്. ഈ പ്രദേശത്തിന്റെ ആവശ്യകതകൾക്കനുസരിച്ചുള്ള വികസനം ഒരുപക്ഷെ ഈ നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയേക്കാം. നമ്മളങ്ങനെ തണ്ണീർമുക്കം ബണ്ടിന്റെ ഭാഗത്തായി. കുമരകത്തിൻ്റെയൊക്കെ കാഴ്ചകൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഭാഗത്താണ്. നല്ല രസമാണ് കേട്ടോ. കായലിൻ്റെ കുറുകെ ഏകദേശം നല്ല ലെങ്തിൽ, ഏകദേശം 1 കിലോമീറ്റർ സംതിങ് വരുമെന്ന് തോന്നും, റോഡ് പോയേക്കാണ്. അപ്പോൾ 2 സൈഡിലായിട്ട് കായലിൻ്റെ കാഴ്ചകൾ ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. നല്ല ദൂരത്തോളം 2 കരകളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിച്ചിരിക്കുന്ന പാലങ്ങളാണ് ഇത്. ഇരുവശത്തും കായലിൻ്റെ കാഴ്ചകളാണ്. പാലങ്ങൾക്കിടയിൽ 2 വശങ്ങളിലായുള്ള ഈ പ്രദേശത്തിറങ്ങി നിന്ന് നമുക്കിവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുവാൻ കഴിയും. നമ്മൾ മുൻപ് കണ്ട ഹൗസ് ബോട്ടൊക്കെ വന്നു പോകുന്നൊരു ഭാഗം കൂടിയാണ് ഈ പ്രദേശം. ചെറുകിട കച്ചവടങ്ങൾ നല്ല പൊലിപ്പോടെ നടക്കുന്നു.
അകലെ ഹൗസ് ബോട്ടുകൾ വന്നു മറയുന്ന കാഴ്ച കണ്ടു നീക്കാൻ ഒരു രസമാണ്. ഇവിടെ നിന്ന് പാതിരാമണൽ എന്നറിയപ്പെടുന്ന ചെറുദ്വീപ് കാണാം. അവിടേക്ക് ഇവിടെ നിന്ന് സ്പീഡ് ബോട്ടും മറ്റ് സ്വകാര്യ ബോട്ടുകളും സർവീസ് നടത്തുന്നുണ്ട്. അറിയപ്പെടുന്നൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ കൂടിയാണ് അത്. നല്ല എരിവുള്ള ഉപ്പിലിട്ട ഐറ്റംസൊക്കെ വാങ്ങി അതും കഴിച്ച് ഈ പ്രദേശത്തിൻ്റെ കാഴ്ചകൾ കണ്ടു നിന്നാൽ സമയം പോകുന്നത് അറിയില്ല. തികഞ്ഞ പക്വതയോടെ കച്ചവടം ചെയ്യുന്ന ഈ ചെറുപ്പം നമ്മുടെ നാടിൻ്റെ നാളത്തെ പ്രതീക്ഷയല്ലേ? ഇങ്ങനെയുള്ള പ്രദേശങ്ങളുടെ വികസനത്തിൻ്റെ ആവശ്യകതയും അതാണ്. ഈ ഒരു ഭാഗം തന്നെ നോക്കിയാൽ എത്ര കുടുംബങ്ങളാവും ഇവിടുത്തെ മാത്രം വരുമാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ടാവുക. മറ്റൊരു ഭാഗത്തെ കാഴ്ച ഇതാണ്. ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നവരാണ് ഒരു സൈഡിൽ, ഒപ്പം അല്ലാതെ വലയിട്ടും മീൻ പിടിക്കുന്നവരുണ്ട്. നന്നായി ആസ്വദിച്ച് ചൂണ്ടയിടുന്നവരാണ് എല്ലാം. പക്ഷേ ഇപ്പോൾ ഇവിടെ കൂടുതലും മീൻ കുടുങ്ങുന്നത് വലയിലാണ്. എന്നിരുന്നാലും അല്പം വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ ചൂണ്ടയിൽ മീൻ കുടുങ്ങുന്ന സാറ്റിസ്ഫാക്ഷൻ ഇവർക്ക് കിട്ടുന്നുമുണ്ട്. ഈ ഭാഗം നിറയെ മീൻപിടുത്തത്തിൻ്റെ വൈബാണ്. ചൂണ്ടയിട്ടുള്ള മീൻപിടുത്തവും വലയിട്ടിങ്ങനെ മീൻ പിടിക്കുന്നത് കാണുവാനും കാഴ്ചക്കാരേറെയാണ്. മീൻ പിടിക്കുന്നതിൻ്റെ ആസ്വാദനത്തിലാണ് ഈ ഭാഗത്തെല്ലാവരും. ഒപ്പം ഫ്രഷായി മീൻ വാങ്ങുവാനും ആളുണ്ട്. ചെറുമീനുകൾ ഒരുപാട് വലയിൽ കുരുങ്ങുന്നുണ്ട്. ആഴത്തിലേക്കിറങ്ങി നല്ല ഇനം മത്സ്യങ്ങളെ ഇങ്ങനെ പിടിച്ച് വരുമാനമാക്കുന്നവരാണ് ഇവിടെ കൂടുതലും. അമൂർന്നോ മറ്റോ അറിയപ്പെടുന്ന മത്സ്യമാണ്. കൃത്യമായി അറിയില്ല, കേട്ടറിവാണ്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു നിൽക്കുന്നത് തന്നെ ഒരു റിലാക്സേഷനാണ്. കാഴ്ചകൾ അത്രയ്ക്കാണ്. മനോഹരമായ പാടശേഖരങ്ങളും കായൽ കാഴ്ചകളും ഗ്രാമീണ ജീവിതവും ഇനിയുമുണ്ട് ഏറെ കുമരകത്തെ അറിയുവാൻ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. മറ്റൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം.